ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്, സേമിയ വെജിറ്റബിൾ ബിരിയാണി. അതിനായി ഒരു 100 ഗ്രാം സേമിയ എടുത്തു വയ്ക്കുക. ഒരു ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുക. ഒരു ക്യാരറ്റും ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വയ്ക്കണം. കുറച്ച് ക്യാബേജും അരിഞ്ഞു വയ്ക്കുക. ഇനി ഒരു ഇടത്തരം തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി വയ്ക്കുക. ഒരു സവാളയും മുറിച്ച് വയ്ക്കുക. ഇനി കുറച്ച് ഗ്രാമ്പു, ഏലക്ക, പട്ട, വൈനില എടുത്ത് വയ്ക്കുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ഉരുക്കുക. ഈ നെയ്യിൽ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സേമിയ ഇട്ട് വറുത്തെടുക്കണം. നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ ഇത് വറുക്കണം. സേമിയ കൊണ്ട് നമുക്ക് ഉപ്മാവ്, പായസം എന്നിവയാണ് നമ്മൾ ഉണ്ടാക്കാറ്. ഈ സേമിയ വെച്ച് നമുക്കൊരു ബിരിയാണി തന്നെ ഉണ്ടാക്കി നോക്കാം. അങ്ങനെ ഈ സേമിയ ബ്രൗൺ നിറമാകുന്നത് വരെ വറുക്കുക. അത് വറുത്ത് വന്ന് കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. തിളച്ച് വരുമ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ഇട്ട് കൊടുത്ത് വേവിക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ സേമിയ വെന്തിരിക്കും. ഈ സേമിയ നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് എടുത്ത് വെള്ളം വാലാനായിട്ട് വെക്കുക. പിന്നെ വെന്ത് ഇരിക്കുന്ന സേമിയ എല്ലാം എടുത്ത് വെള്ളം വാലാൻ വെക്കണം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഈ പട്ട, ഗ്രാമ്പു, ഏലക്ക, വൈനില എല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്ത് വഴറ്റാം. സവാള നന്നായി വഴന്ന് വരുന്നത് വരെ നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ സവാള ഒന്ന് വഴന്ന് മൂത്ത് വരുന്ന സമയത്ത് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. ഈ പച്ചമുളക് അരിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നന്നായി ഇളക്കുക. നന്നായി വാടി വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുത്ത് ഇളക്കാം. തക്കാളിയും ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, അതുപോലെ ക്യാബേജ്, ഈ 3 പച്ചക്കറികളും ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഈ പച്ചക്കറികൾ ഒന്ന് വഴറ്റി വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് ഇളക്കുക. പിന്നീട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഈ മസാലപ്പൊടികളിൽ ഈ പച്ചക്കറികളെല്ലാം ഒന്ന് ചേർത്ത് ഇളക്കി അടച്ച് വെച്ച് 2 മിനിറ്റ് നേരം ഒന്ന് വേവിക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ പച്ചക്കറികളൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം വാലാൻ വെച്ചിരിക്കുന്ന സേമിയ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ സേമിയ ഇട്ട് കൊടുത്ത് പതുക്കെ ഓരോ ഭാഗത്തു നിന്ന് നമ്മൾ ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ സേമിയ വെന്ത് വന്നിരിക്കുന്ന സേമിയയാണ്, ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. അതിനാണ് നമ്മൾ പ്രത്യേകം അത് വേവിച്ച് എടുത്തത്. അങ്ങനെ സേമിയയും പച്ചക്കറികളും മസാലയും എല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കുക. 2 മിനിറ്റ് നേരം ഒന്നങ്ങനെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മല്ലിയിലയിട്ട് ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ വ്യത്യസ്തമായ ബിരിയാണി തയ്യാറായി. എല്ലാവർക്കും ഇതിഷ്ടപ്പെടും. പ്രത്യേകിച്ച് കുട്ടികൾക്ക്, ഉപ്മാവ് കഴിക്കാനൊക്കെ മടി കാണിക്കുന്ന കുട്ടികൾക്ക് ഇത് വളരെ ഇഷ്ടപ്പെടുന്നതാണ്.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.